ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിങ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാക്കേജിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നുമില്ല, ബില്ല് മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. ഇത് എനിക്ക് വേണ്ടി തന്നെ വാങ്ങിച്ച പ്രോഡക്റ്റാണ്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ നൈഫ്, നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് കാണാൻ ശ്രമിക്കുക. ഇല്ലാത്തവരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 നമ്മുടെ ചാനലിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാം ഫോട്ടോസ് എൻഡിൽ കൊടുക്കുന്നതായിരിക്കും. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ എൻഡിൽ അതുകൂടെ കണ്ടിട്ട് വാങ്ങിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ വാങ്ങുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവർ അതും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. സിമ്പിൾ ഒരു പാക്കിങ്ങാണ് വന്നേക്കുന്നത്. ഒരു പേപ്പർ പാക്കേജിൻ്റെ അകത്ത് ഒരു പ്ലാസ്റ്റിക് പാക്കേജിങ്ങിനാണ് വന്നേക്കുന്നത്. ഇപ്പം ഏകദേശം ചിലവർക്കെങ്കിലുമൊക്കെ മനസ്സിലായി കാണാം എന്താ പ്രോഡക്റ്റ്സ് എന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വാളിലൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഹുക്കാണിത്. ഇത് പാക്ക് ഓഫ് 10 വെച്ചാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് സ്ക്രൂ ഹുക്കാണ്. ഇവിടെ ഒരു സ്ക്രൂ പോലെ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു വീഡിയോക്കകത്ത്. ഇത് നമുക്ക് എന്തെങ്കിലും രണ്ട് ഹാങ് ചെയ്തിടാനാണ്. അന്നേരം ഇത് രണ്ട് ടൈപ്പിലെയാണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങോട്ട് കയറ്റി ഇട്ടാൽ മതി. രണ്ട് ടൈപ്പിലെയാണ്. ഒന്നിച്ചാണ് വാങ്ങിച്ചത്, കോംബോ പാക്കാണ്. ഇത് 10 ഉള്ളതും അതേപോലെ തന്നെ ഇങ്ങനെ ഇത് സ്ക്രൂ ഹുക്ക് എന്നുള്ള പോലെ തന്നെ ഇതിൻ്റെ പേര് വാൾ ഹുക്ക് എന്നാണ്. ഇതാണ് വാൾ ഹുക്ക് വരുന്നത്. നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. സ്ക്രൂ ഹുക്ക് വരുന്നത് 10 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചിട്ട് ആദ്യം ഭിത്തി ഒട്ടിച്ചിട്ട് പിന്നെ എന്താ സ്ക്രൂ ടൈറ്റ് ചെയ്യണം. ഇതും 10 വരുന്നത്. 1 2 3 4 5 6 7 8 9 10. സ്ക്രൂ ഹുക്കാണെങ്കിൽ ഇങ്ങനെ 10 വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഡിസൈനാണ്. നമുക്ക് ഇങ്ങനൊരു ഡിസൈനാണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഉണ്ട്. ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ആവറേജ് ക്വാളിറ്റി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വലിയ നല്ല ക്വാളിറ്റി ആയിട്ടൊന്നും പറയാനില്ല. ഇത്രയും പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതിലും കുറച്ചുകൂടെ ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലൂസാണ്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇതിന് ഇത്രയും, പക്ഷേ ക്വാളിറ്റി ഒന്നുമില്ല. ഇത് നമുക്ക് പാക്കറ്റിൽ നിന്നൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. 1 2 3 4 5 6 7 8 9 10. ഇതും 10 തന്നെയാണ് വരുന്നത്. രണ്ടും 10 വെച്ചുള്ളതുകൊണ്ട് നമ്മുടെ യൂസേജ് എങ്ങനത്തെ എന്ന് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് തന്നെയുള്ള ഒരു പാക്ക് നോക്കി വാങ്ങിച്ചതാണ്. നമുക്ക് ഇത്രയും 19-20 എണ്ണത്തിൻ്റെ പാക്കറ്റിന് നമുക്ക് 100 രൂപ താഴെ ആയിട്ടുള്ളൂ നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ. അതേപോലെ തന്നെ ഇതിൻ്റെ പുറകിലാണെങ്കിൽ നമുക്ക് ടേപ്പും വരുന്നുണ്ട്. വാൾ ഹുക്കാകുമ്പം നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ടേപ്പും കൂടെ വരുന്നുണ്ട്. ഇത് പീൽ ചെയ്തിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പശയാണ് ഇതിൻ്റെ പുറകെ വരുന്നത്. നല്ല രീതിയിലുള്ള പശയാണ് വരുന്നത്. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും തൂക്കിയിടാനുള്ളതല്ല, ലൈറ്റായിട്ടുള്ള നമുക്ക് സ്പൂണുകളോ അല്ലെങ്കിൽ കലണ്ടറുകളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ നമുക്ക് കത്രിക അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് വാളി സ്റ്റിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്താ ഹാങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഹാങ് ചെയ്തിടുക. ഇളക്കി എടുത്തിട്ട് നമുക്ക് വേണ്ടെങ്കിൽ കളയാനാണെങ്കിലും എളുപ്പമാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭിത്തിയല്ല ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഭിത്തിയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒട്ടിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരത്തില്ല. അല്ലാതെ പൊടിയുള്ളിടത്ത് ഒട്ടിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. ഇത് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ മാർബിൾ അപ്ലൈ ചെയ്യാം, സ്റ്റെയിൻലെസ് സ്റ്റീലിലായിട്ടുള്ള ഐറ്റംസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഈ തടിയുടെ അകത്തിലും നമുക്കിത് അപ്ലൈ ചെയ്യാം. അത് സെറാമിക് ടൈൽസിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക്കും, ഇതും പ്ലാസ്റ്റിക്കാണ്. ഇത് മാത്രമേ ഉള്ളൂ ഈ സ്റ്റീൽ വരുന്നത്, ബാക്കിയെല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ മാത്രം പ്ലാസ്റ്റിക്, ഇതും പ്ലാസ്റ്റിക് വരുന്നുള്ളൂ. ഇത് സ്റ്റീലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഇപ്പോൾ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ഒരു സ്ക്രൂവിൻ്റെ ഷേപ്പൊക്കെ കാണാം. അതുകൊണ്ടാണ് തോന്നുന്നു ഇന്ന് സ്ക്രൂ ഹുക്ക് എന്ന പേര് വന്നെന്ന് തോന്നുന്നു. അപ്പം ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു, വാങ്ങിയപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത കൊല്ലം ചെയ്യുന്ന 6:30 അതുവരേക്കും താങ്ക് യു.